Hi all, welcome to CC Plus. ഞാൻ ആനന്ദു. എല്ലാവരും സൈനിക് സ്കൂളിന് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? നമുക്ക് മാത്സ് ഉണ്ട്, GK ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്. അപ്പം മാത്സിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നത്. GK എന്ന് പറയുന്നത് ജനറൽ നോളജ് സൈഡിലും നമ്മുടെ ബേസിക് സയൻസിന്റെ സൈഡിലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക അല്ലേ? അതേപോലെ ലാംഗ്വേജിൽ ഗ്രാമർ ഒക്കെ ഉണ്ട്. നമുക്ക് മാത്സിനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയാണ് ഫ്രാക്ഷൻ. അതേപോലെ സിംപ്ലിഫിക്കേഷനും കൂടെ വരുന്നത്. ഫ്രാക്ഷൻ പ്ലസ് സിംപ്ലിഫിക്കേഷൻ കമ്പൈൻഡ് ആയിരിക്കും മിക്ക ക്വസ്റ്റ്യനുകളും ചോദിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രാക്ഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എല്ലാവരും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 7/8 minus 2/3 plus 5/4. 7/8 minus 2/3 plus 5/4 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 7/8 ആൻഡ് ഞാൻ ഒന്നും കൂടെ എഴുതുവാണ്. 7/8 minus 2/3 plus 5/4. ഇവിടെ നിങ്ങൾ പ്ലസ് ഉള്ളത് ആദ്യമേ തന്നെ അല്ലെങ്കിൽ മൈനസ് ഉള്ളത് ആദ്യമേ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവരുടെയും കൂടെയും LCM ആദ്യം കണ്ടുപിടിക്കാം. കാരണം ഇവിടെ ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. സോ LCM കണ്ടുപിടിക്കണം. ആരുടെയൊക്കെ LCM കണ്ടുപിടിക്കണം? 8-ൻ്റെയും 3-ൻ്റെയും 4-ൻ്റെയും LCM കണ്ടുപിടിക്കണം. നിങ്ങൾ സാധാ യൂസ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കണ്ടുപിടിക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഉള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആളെ എടുക്കുക, 8-നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കറക്റ്റ് റിമൈൻഡർ കിട്ടും. 3 വെച്ചിട്ട് പറ്റത്തില്ല. സോ ഇവിടെ 2 വെച്ചിട്ട് നോക്കുക. 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 ആണ്. 3യുടെ ടേബിളിൽ 16 ഇല്ല. ഇനി 8 × 3 വെച്ചിട്ട് ചെയ്യുക, 24. 3യുടെ ടേബിളിൽ 24 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 4 + 2 6 ആണ്. 3നെ ഉണ്ട്. സോ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് എന്തായിരിക്കും? 24 ആയിരിക്കും. LCM 24. നിങ്ങൾക്ക് അല്ലാതെ സാധാ രീതിയിൽ മെത്തേഡിലും നിങ്ങൾക്ക് ചെയ്തു വരാവുന്നതാണ് കേട്ടോ. അപ്പം ഇനി നോക്കിക്കേ, LCM കണ്ടുപിടിക്കുന്നത് എന്തിനാ? ഡിനോമിനേറ്റേഴ്സ് ഒരേപോലെ ആക്കാൻ. ഒരേപോലെ ആക്കണ്ടേ? 8 × 3, 3 × 8, 4 × എന്ത് ചെയ്യുമ്പോഴാണ് 24 വരിക? 4 × 4 വരുമ്പോൾ നമുക്ക് 16 വരും. ഇനി 4 × 4 വരുമ്പോൾ നമുക്ക് 16 വരും. 4 × 5 വരുമ്പോൾ നമുക്ക് 20 വരും. 4 × 6 വരുമ്പോൾ നമുക്ക് 24 വരും. 4 × 7 വരുമ്പോൾ നമുക്ക് 28 വരും. അപ്പോൾ 24 വരുന്നത് എവിടെയാ? 4 × 6-ൽ. അപ്പോൾ ദേ നമ്മൾ 6 കൊടുത്തു. 6 താഴെ കൊടുത്താൽ മുകളിലും കൊടുക്കണം. 8 3 നോക്കിയേ. അപ്പോൾ ഡിനോമിനേറ്റേഴ്സിനെ എല്ലാം നമ്മൾ ഒരേപോലെ ആക്കി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? കോമൺ ഡിനോമിനേറ്റേഴ്സ് ആയിട്ട് എഴുതാം. 8 × 3 24, ഇവിടെയും 24, 6 × 4 24, അവിടെയും 24. 7 × 3 21 മൈനസ് 8 × 2 16 പ്ലസ് 5 × 6 30. ഇനി ഇവിടെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംപ്ലിഫിക്കേഷൻ എന്താണെന്ന് അറിയണം അല്ലേ? ബോഡ്മാസ് റൂൾ അറിയണം. പ്ലസ് ആണ് ആദ്യമേ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ പ്ലസ് ചെയ്യുമ്പോൾ -16-നെയും പ്ലസ് 13-നെയും കൂടെ ചെയ്യുന്നത് നമുക്കറിയില്ല. ഇൻറ്റിജേഴ്സ് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. സോ നമ്മളിവിടെ ചെയ്യേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ പ്ലസ് വരുന്ന ആൾക്കാർ. വെറുതെ 21 എഴുതിയാൽ അത് പ്ലസ് 21 ആണ്. പ്ലസ് 30 എന്ന് പറഞ്ഞാലും അത് പോസിറ്റീവ്. അപ്പം ഇവരെ തമ്മിൽ ആദ്യം കൂട്ടണം. ആരെയൊക്കെ കൂട്ടണം? 30-നെയും 21-നെയും നമ്മൾ ആദ്യം കൂട്ടണം. അപ്പം നമുക്ക് എന്തെന്ന് വരും? 51 എന്ന് വരും അല്ലേ? 51 മൈനസ് 16/24. നോക്കിയേ, 51-ൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? 16 കുറയ്ക്കണം. 11-ൽ നിന്നാണ് 6 പോകേണ്ടത്. 10-ൽ നിന്ന് 6 പോയാൽ നമുക്ക് 4 ആണ്. അപ്പോൾ എന്ത് വരും? 5 വരും. സോ നമുക്കിവിടെ ആൻസർ എന്തെന്ന് വരും? 35/24. 35/24. ഇതുകൊണ്ട് നമുക്ക് ആൻസർ നിർത്താം. അപ്പോൾ ഇതായിരിക്കും ഫൈൻഡ് ദ വാല്യൂ ഓഫ് 7/8 minus 2/3 plus 5/4 എന്ന് പറയുന്നതിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇതേപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് ചോദിക്കുക കേട്ടോ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഞാൻ ഒന്നും കൂടെ എഴുതിയെടുക്കാം. 1/5 × 5/6 × 6/7 plus 3/7 divided by 1/2. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
അപ്പം ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ദേ നമുക്കിവിടെ ഒരു പ്ലസ് സൈനും ഉണ്ട് ഡിവിഷൻ സൈനും ഉണ്ട്. നമ്മൾ ആദ്യം ബോർഡ് മാസ് റൂൾ സിംപ്ലിഫിക്കേഷൻ വെച്ച് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഡിവിഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഡിവിഷൻ 1/2 ഉണ്ട് ഇവിടെ. അപ്പം ഇതിന് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, റെസിപ്രോക്കൽ എഴുതുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. റെസിപ്രോക്കലിൽ എഴുതുക എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ എന്തായി, പ്ലസ് 3/7 ഇൻറ്റു 2/1 ആയി. തിരിച്ചിട്ടു, റെസിപ്രോക്കൽ കണ്ടു. അപ്പം നോക്കിയേ ഇവിടെ പ്ലസ്സാ, ഇത് ഇവരൊരു ടീമും ഇവർ വേറൊരു ടീമുമാണ് അല്ലേ, ഇവർ വേറൊരു ടീമുമാണ്. ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ ഇവിടെ ഇൻറ്റുവിൻ്റെ ആൾക്കാരാ. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് വെട്ടിക്കളയാൻ പറ്റുമോ നോക്കാം. നോക്കിയേ 5നെയും നമുക്ക് കട്ട് ചെയ്യാം. 6ഉം 6ഉം പോയി. അപ്പോൾ അവിടെ നമുക്ക് ബാലൻസ് വരുന്നത് 1/7 മാത്രമാണ്. 1/7 പ്ലസ് ഇവിടെ നോക്കിയേ സാധാ മൾട്ടിപ്ലിക്കേഷൻ ഫ്രാക്ഷൻ്റെ എന്താ, നെവരെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × 2 6/7 × 1 7. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 6 + 1 by common denominator 7, that is equal to 7/7, that is equal to 1. നിങ്ങൾക്ക് ഓപ്ഷനിൽ 1 ഉണ്ടാവും, അതർവൈസ് 7/7 തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് ഓപ്ഷനിൽ ഉണ്ടാവും. രണ്ടും കൂടെ ഒരുമിച്ച് തരത്തില്ല, ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓപ്ഷനിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ പരമാവധി വെട്ടിക്കുറച്ച് എഴുതാൻ പറ്റും. നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ അല്ലെങ്കിൽ ഇതേപോലെ ന്യൂമറേറ്ററിലും ഇവിടെ അടുത്ത ഡിനോമിനേറ്ററിലും വരുന്ന ആൾക്കാർ സെയിം ആണെങ്കിൽ അവരെ വെട്ടിക്കളയുന്ന കട്ട് ഓഫ് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു വരിക. ഒരിക്കലും എന്ത് ചെയ്യരുത്, 1 × 5 × 6 30/5 × 6 × 7 അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമുക്ക് വീണ്ടും കട്ട് ചെയ്ത് ചെയ്ത് വരുമ്പോൾ വലിയ ഡിവിഷനിലേക്ക് നമുക്ക് പോകും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഫ്രാക്ഷൻ ഷുഡ് ബി ആഡഡ് ഇൻ 1/2 + 2/3 ടു ഗെറ്റ് 3 1/2? എന്താ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഫ്രാക്ഷൻ ഷുഡ് ബി ആഡഡ് ടു, ഇപ്പം ഒരു നമ്പർ പറയുവാണ്, എൻ്റെ കയ്യിൽ 16 ഉണ്ട്, 16 ആണ് എനിക്ക് കിട്ടേണ്ടത്. 5ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് 16 കിട്ടേണ്ടത്, അതാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. ഈ 1/2 + 2/3ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് 3 1/2 കിട്ടുക. അപ്പം ഈ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, 16ൽ നിന്ന് 5 കുറയ്ക്കും. ഇവിടെ അപ്പം എന്ത് ചെയ്യണം, 3 1/2 മൈനസ് ആരെ ചെയ്യണം, ഇവരെ ചെയ്യണം. 1/2 + 2/3 ചെയ്യണം. 1/2 + 2/3 ചെയ്യണം. അപ്പം ആദ്യമേ നമുക്ക് ഇവരെ മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് മാറ്റാം. നോക്കിയേ 3 × 2 6, 6 + 1 7, 7/2 മൈനസ് നോക്കിയേ 1/2 + 2/3. അവിടെ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് വ്യത്യാസമാണ്. അപ്പോൾ അവിടെ എന്ത് കാണണം, LCM ആരുടെ, 2ൻ്റെയും 3ൻ്റെയും. 2ൻ്റെയും 3ൻ്റെയും എന്താ, ഇത് എന്ത് നമ്പേഴ്സാണ്, പ്രൈം നമ്പേഴ്സ്. അപ്പോൾ അവരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആൻസർ 6, LCM 6. അപ്പോൾ ഇവരിനി LCM 6ലേക്ക് മാറ്റി. നോക്കിയേ 1/2 + 2/3. ഇവരെ 6ലേക്ക് മാറ്റണമെങ്കിൽ 2നെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 3 വെച്ചും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വന്നു, 1 × 3 3 + 4/2 × 6, സോറി 2 × 3 6 കോമൺ ആയിട്ട് വന്നു. അപ്പം നമുക്ക് അവിടെ 7/6 എന്ന് വന്നു അല്ലേ. നോക്കിയേ 7/6 എന്ന് വന്നു. ഇനി ഇവരെ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഇവിടെ വീണ്ടും വന്നിരിക്കുക 2ഉം 6ഉം. അപ്പം ഇവിടെ എന്ത് കാണണം, LCM ആരുടെ, 2ൻ്റെയും 6ൻ്റെയും കാണണം. ഇവിടെ നോക്കിയേ 2ൻ്റെയും 6ൻ്റെയും കാണുമ്പോൾ എന്താ വരുന്നത്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. ഈ 6നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് റിമൈൻഡർ 0 കിട്ടൂലേ, കിട്ടും. സോ അവിടുത്തെ LCM എന്ന് പറയുന്നത് 6 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി 6 ഉണ്ട്, ഇവിടെ എന്താക്കണം, 6 ആക്കണം. അപ്പം മുകളിലും നമുക്ക് 6 ആക്കണം. ഇനി നോക്കിയേ 7 × 3 എത്രയാണ്, 21/6 മൈനസ് 7/6 എന്ന് നമുക്ക് വരും. ഓക്കെ, അപ്പം 21 മൈനസ് 7/6 എന്താ നമുക്ക് ആൻസർ വരുന്നത്. ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ മതി. ജസ്റ്റ് 21 മൈനസ് 7 കൊടുക്കുക, നമുക്ക് 11 1 വരും, 14 വന്നു അല്ലേ. 14/6. ഈ 14/6 ചിലപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇവരെ എന്ത് ചെയ്യണം, ഇതിനെ കട്ട് ചെയ്യാൻ പറ്റും. എന്ത് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും, 2 വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പം എന്തായി, 7 2s are 14, 3 2s are 6. സോ ആൻസർ വരുമ്പോൾ 7/3. ഈ
1/2 പ്ലസ് 2/3യോടൊപ്പം 7/3യും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് ആൻസർ വരുന്നത്? 3 1/2 ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെയാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2a by b plus c if a 1/3, b 1/4, c 1/2. നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു മെയിൻ ക്വസ്റ്റ്യൻ ഉണ്ട്. അതെന്താ? 2a by b plus c. എന്താ നമുക്ക് തന്നിട്ടുള്ളത്? 2a by b plus c എന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എയും ബിയും സിയും തന്നിട്ടുണ്ട്. എ എത്രയാ? 1/3. എ 1/3. അപ്പോൾ അത് ഏഴ് എടുത്തിടുക. അപ്പോൾ 2 × 1/3. അത് തീർന്നു. ഡിവിഷൻ സൈൻ കൊടുത്തു. ഇനി ബിയും സിയും ഉള്ളത്. ബി എത്രയാ? 1/4, സി 1/2 അല്ലേ? അതിവിടെ കൊടുക്കുക. 1/4 പ്ലസ് 1/2. 1/4 പ്ലസ് 1/2. അപ്പം നോക്കിക്കേ ഇവിടെ. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? 2 × 1 ഇൻറ്റു ചെയ്യാം. നമുക്ക് മുകളിലുള്ള ആൾക്കാരെ ആദ്യം ചെയ്യാം. 2 × 1 എന്ന് പറയുമ്പോൾ 2/3 ഡിവൈഡഡ് ബൈ 1/4 പ്ലസ് 1/2. അപ്പോൾ ഇവിടെ എന്താ? 2ഉം 4ഉം ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിനോമിനേറ്റേഴ്സ് ആണ്. LCM നമ്മൾ കാണണം. LCM കാണുമ്പോൾ LCM എത്രയാണ് വരുന്നത്? 4 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 4 ആക്കണം അല്ലേ? അത് ഞാൻ ഇവിടെ സൈഡ് ചെയ്യാം. എല്ലാം കൂടെ ഇത് ചെയ്യുന്നില്ല, കൺഫ്യൂഷൻ ആവുന്നില്ല. നോക്കിയേ, 1/4 പ്ലസ് 1/2 LCM 4 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 കൊടുത്തു. ഓക്കെ, ദെൻ 1/4 പ്ലസ് 2/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. 3/4 എന്ന് കിട്ടി. ആ 3/4 നമ്മൾ എവിടെ എഴുതുന്നു? ദേ ഇവിടെ കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നോക്കി ഇവിടെ 5/2 എന്ന് പറയുന്നതും 5 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതുന്നതും സെയിം അല്ലേ? അതെ. അപ്പം ഇവരെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? നോക്കിയേ, 2/3 ഡിവൈഡഡ് ബൈ 3/4 എന്ന് മാറ്റത്തില്ലേ? മാറ്റാൻ പറ്റും. ഓക്കെ. ഇനി നമുക്കറിയാം ഡിവിഷൻ വന്നു. ഫ്രാക്ഷനിൽ ഡിവിഷൻ വന്നാൽ റെസിപ്രോക്കൽ കാണണം. റെസിപ്രോക്കൽ കാണുമ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് വരുന്നത്? 2/3 ഇൻറ്റു 4/3. 2/3 ഇൻറ്റു 4/3. അപ്പോൾ ഇത് ഇൻറ്റുയിലേക്ക് മാറി. ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഇവരെ എന്ത് ചെയ്താൽ മതി? നെവരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്തായി? 4 × 2 8/3 ഇൻറ്റു 3 9. ഓപ്ഷൻ സി 8/9. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ഓപ്ഷൻ സഹിതം തന്നിട്ടുണ്ട്. 8/9 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ആദ്യം ന്യൂമറേറ്ററിലുള്ള ആൾക്കാരെ ചെയ്ത് ഏറ്റവും ചെറുതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് എത്രയാണോ അതിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഡിനോമിനേറ്ററിലുള്ള ആൾക്കാരെ ചെയ്യുക. പിന്നെ നമുക്കിത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ആയിരിക്കും കിട്ടുക. രണ്ടുപേരെയും കൂടെ കമ്പൈൻ ചെയ്ത് അതിനെ നമ്മുടെ ഡിവിഷൻ ബാർ ആയിട്ടുള്ള ഈ ബാറിൽ വെച്ചിട്ട് ഡിവൈഡഡ് ബൈ 3/4 എന്ന് കൊടുത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷനിലെ ആൻസർ കിട്ടും. ഓക്കെ. പിന്നെ LCM കാണുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂല. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 × 1/3 എന്നാണ് തന്നിരിക്കുന്നത്. ഇത് നെവരെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഓൾറെഡി എന്തുണ്ട്? ഒരു ഇമാജിനേഷൻ 1 ഉണ്ട്. 2 എന്ന് പറഞ്ഞാൽ അത് 2/1 ഈസ് ഈക്വൽ ടു 2 തന്നെയല്ലേ? സോ ഇവരെ നെവരെ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് 2/3 എന്ന് കിട്ടുന്നത് കേട്ടോ. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഇത് ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതേ ഈ ഒരു ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സാറ poured 1/8 cup of lemonade each in 5 glasses. What was the total amount of lemonade Sarah poured in 5 glasses? ഒരു കപ്പ് എന്ന് വെച്ചാൽ എന്താ? സാറ poured 1/8 cup of lemonade in each glasses ആണ്. 1/8 ലെമണേഡ് ആണ് ഓരോ ഗ്ലാസ്സിലും ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 5 ഗ്ലാസ്സസിൽ ഒഴിക്കാനായിട്ട് എത്ര ടോട്ടൽ എമൗണ്ട് ഓഫ് ലെമണേഡ് വേണം എന്നാണ് ചോദ്യം. അപ്പോൾ എന്താ? നമുക്കിതേ ഒരു കപ്പിൽ ഒഴിക്കാനായിട്ടുള്ളത് 1/8 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ പറയുന്ന 5 കപ്സിൽ ഒഴിക്കാനായിട്ട് എത്ര വേണം? 5 ഗ്ലാസ്സിൽ ഒഴിക്കാനായിട്ട് എത്ര വേണം? ഈ 1/8 ഇൻറ്റു 5 ചെയ്താൽ മതി. ഓക്കെ. നോക്കി, സാറ poured 1/8 cup of lemonade in each 5 glasses. ഈച്ച് എന്ന് പറയുന്നുണ്ട്. ഈച്ച് ഇൻ 5 glasses. സോ ഓരോ കപ്പിലും ഒരു കപ്പ് വെച്ചിട്ടാണ് ഒരു ഗ്ലാസ്സിൽ നമുക്ക് ഞാനത് ഒന്നും കൂടെ എഴുതാം. നോക്കി, ഒരു ഗ്ലാസ്സിൽ
1/8 കപ്പ് ലെമണേഡ് ഒഴിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 5 ഗ്ലാസ്സിൽ 1/8 ഇൻറ്റു 5 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 1/8 ഇൻറ്റു 5നെ നമ്മൾ എങ്ങനെ ചെയ്യും നോക്കിയേ. 1/8 ഇൻറ്റു 5. ആദ്യം ഇവരെ നമ്മൾ മാറ്റണം. 8 ഇൻറ്റു 1 8 പ്ലസ് 1 9/8 ഇൻറ്റു 5 എന്ന് വന്നു. 9/8 ഇൻറ്റു 5നെ നമ്മൾ എങ്ങനെ ചെയ്യും? നെവരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 9 5s are 45/8 എന്ന് വന്നു. 45/8 നമുക്ക് ഇവിടെ ഇല്ല. അവരെ എന്തിലേക്ക് നമ്മൾ മാറ്റണം? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം. നോക്കിയേ, 45/8നെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് വരും? 8 5s are 40. ബാലൻസ് 5 വരും. അപ്പോൾ ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നേ? ഇവിടുത്തെ ഈ 8 എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഡിനോമിനേറ്റർ, താഴത്തെ ആളാണ് നമ്മുടെ ന്യൂമറേറ്റർ, നമ്മുടെ കോഷ്യൻ്റ് ആൻസർ ആണ് നമ്മുടെ വോൾ നമ്പർ. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 5/8 കപ്സ് എവിടെ ഒഴിക്കുന്നുണ്ട്? ഒരു ഗ്ലാസ്സിൽ, 5 ഗ്ലാസ്സിലും കൂടെ 5/8 കപ്സ് ആണ് ഒഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. മെയിൻ ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ ഒക്കെയാണ് നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവരും തീർച്ചയായും പഠിച്ചിട്ട് പോകണം. അതേപോലെ തന്നെ നമ്മുടെ സൈനിക് സ്കൂളിൻ്റെ ക്രാഷ് ബാച്ച് റണ്ണിങ് ആണ്. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ടൈം ടേബിൾ വെച്ച് പോർഷൻസ് ഒക്കെ എത്ര പെട്ടെന്ന് തീർക്കാവോ അത്ര അടിപൊളിയായിട്ട് പഠിക്കണം. നമുക്ക് ക്രാഷ് ബാച്ചിന് ഇപ്പോൾ ഒരു ഓഫറൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് മെൻറ്റർഷിപ്പ് ഉണ്ടാവും, ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും, നിങ്ങൾക്ക് എക്സാംസ് തരുന്നതാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9496949929 വിളിച്ചിട്ട് എൻക്വയറി എടുക്കുക. അവർ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരും. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ.